വിചാരിച്ച പോലെ ഞാൻ കണ്ണനോട് പറഞ്ഞു. കണ്ണനോട് വെറുതെ നമ്മൾ സംസാരിക്കുന്ന പോലെ കണ്ണനോട് ഞാൻ പറഞ്ഞു, കണ്ണ കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഇനി 1 മണിക്കൂറല്ല 1 or 2 മണിക്കൂർ വേണമെങ്കിലും ക്യൂവിൽ നിൽക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഞാൻ വെള്ളം വേണം എന്നപ്പം എന്റെ കൂടെ അമ്മയാണ് നിൽക്കുന്നത്. ആ സമയത്ത് അച്ഛൻ ആ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഇത്രയും മണിക്കൂറുകളായി. അപ്പോ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ തന്നെ മറന്നുപോയി. കാരണം വെള്ളം കിട്ടാനായിട്ട് അവിടെ ഒരു വഴിയില്ല ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ അടുത്തെങ്ങും. കാരണം ക്യൂവിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ അത് ബുദ്ധിമുട്ടുമാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇത് മറന്നുപോയി. അപ്പൊ നമുക്കറിയാം ഗുരുവായൂർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനായിട്ട് സ്പേസ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു, വെള്ളം ദാഹിക്കുന്ന കാര്യം മറന്നുപോയി. എന്നാൽ ഭയങ്കരമായ ദാഹമുണ്ട്, ക്യൂവിൽ നിൽക്കാനേ പറ്റുന്നില്ല, വെള്ളം കിട്ടാതെ ക്യൂവിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ക്യൂവിൽ ഒരു കുട്ടിയും അതിന്റെ അച്ഛനും അമ്മയാണ് തൊട്ടപ്പുറത്തെ ക്യൂവിൽ. ഞാൻ ഇതിവിടെ പറയണമെന്ന് വെച്ച കാര്യമേ അല്ല, നമ്മൾ ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ തൊട്ടപ്പുറത്തെ ക്യൂവിൽ ഇവരാണ് നിൽക്കുന്നത്. വേറെ അവിടെ ഉള്ള ആളുകളെയൊക്കെ നമുക്കറിയാം, കാരണം നമ്മൾ കുറെ നേരം കൊണ്ടേ ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്യൂ നീങ്ങുന്നില്ല.